mistakes we can make after some time of being a Christian. ക്രിസ്ത്യാനികളായി തീർന്ന ശേഷവും നമ്മുടെ ജീവിതത്തിൽ വന്ന് പറ്റാവുന്ന ആ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ is to imagine that we chose the Lord instead of the Lord choosing us. ഈ ഒരു ചിന്തയാണ് കാര്യം. നമ്മളാണ് കർത്താവിനെ കണ്ടെത്തിയത്, കർത്താവ് നമ്മളെ കണ്ടെത്തിയതല്ല എന്നുള്ള ആ ഒരു ചിന്ത. And it is because that is deeply rooted in us that we become proud. ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് ഇറങ്ങിയാൽ നാം പലപ്പോഴും നിഗളികളായി തീരാനുള്ള സാധ്യതയുണ്ട്. That happened to Israel also. ഇസ്രായേലിന് സംഭവിച്ചത് അത് തന്നെയാണ്. Why is it 3/4 of our Bible is Old Testament? എന്തുകൊണ്ടാണ് നമ്മുടെ വേദപുസ്തകത്തിൻ്റെ 4/3 ഭാഗവും പഴയ നിയമം മാത്രമായിരിക്കുന്നത്? See, we know Old Covenant is abolished. പഴയ നിയമം മാറ്റപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. Not the Bible, എന്നാൽ വേദപുസ്തകമല്ല, but that covenant which God made with Israel, that is abolished. ഇസ്രായേലുമായിട്ട് ദൈവം ചെയ്ത ആ പഴയ നിയമമാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. But what the people call Old Testament, there's no word in the Bible which says Old Testament. പഴയ നിയമം എന്ന് പറയുന്ന ഒരു വാക്യം പോലും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. Nowhere in the original Bible it doesn't say Genesis to Malachi is Old Testament. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി വരെയുള്ള പുസ്തകം പഴയ നിയമമാണെന്ന് തെളിയിക്കുന്ന ഒരു വാക്യം പോലും വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയില്ല. Man has put a title there, Old Testament. പഴയ നിയമം എന്നുള്ള ആ തലക്കെട്ട് മനുഷ്യൻ കൊടുത്ത തലക്കെട്ടാണ്. There is only one Bible. ഒരേ ഒരു വേദപുസ്തകം മാത്രമേ ഉള്ളൂ. 66 books, they're all Bible. 66 പുസ്തകം ചേരുന്ന ആ ഒരു ഗ്രന്ഥസമാഹാരമാണ് ബൈബിൾ. And all are necessary for us. ഇതിൽ എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. But when we say the old covenant is established, we are not talking about those 39 books. പഴയ നിയമം നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ ആ 39 പുസ്തകത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. No, we are talking about the covenant God made with Israel. ഇസ്രായേലുമായിട്ട് ദൈവം ചെയ്ത ആ ഉടമ്പടിയെ കുറിച്ച് മാത്രമാണ് നീക്കം ചെയ്തു എന്ന് നാം പറയുന്നത്. There are so many words which we now have a wrong understanding because of the way it is used in Christianity. ക്രിസ്തീയ ഗോളത്തിൽ അത് എപ്രകാരം പ്രസംഗിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് പല കാര്യത്തെക്കുറിച്ച് നമുക്ക് ശരിയായ ഒരു ധാരണയില്ല. For example, 99% of Christians, if you tell them church, they think of a building. 99% ക്രിസ്ത്യാനികളോടും സഭ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തെയാണ് അവർ പെട്ടെന്ന് അവരുടെ മനസ്സിൽ കാണുന്നത്. Some denomination, Martoma Church or Methodist Church. അല്ലെങ്കിൽ ഏതൊരു ഒരു സഭാ വിഭാഗത്തെയാണ് മർത്തോമായോ ബെന്തിക്കോസോ അങ്ങനെ ഒരു സഭാ വിഭാഗം എന്നാണ് അവർ ചിന്തിക്കുന്നത്. We have got used to that language that we cannot understand what the Bible means when it talks about church. എന്നാൽ ആ ഒരു ഭാഷ നമ്മുടെ മനസ്സിൽ അങ്ങനെ ആഴമായ ബോധ്യത്തിൽ കിടക്കുകയാണ്. എന്നാൽ വേദപുസ്തകം സഭ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നാം ചിന്തിക്കാറില്ല. And since about 90% of Christians are all baptized as babies, 90% ക്രിസ്ത്യാനികളും ശിശുക്കളായിരിക്കുമ്പോൾ തന്നെ സ്നാനപ്പെട്ടവരായതുകൊണ്ട് the word baptism means sprinkling a baby. ഒരു സ്നാനം എന്ന് പറയുന്ന ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ശിശുക്കളെ തളിച്ച് സ്നാനപ്പെടുത്തുന്ന കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. The devil has changed the meanings of these words by Christian tradition. ക്രിസ്തീയ പാരമ്പര്യത്തിലൂടെ പിശാച് ഒരു വലിയ പ്രവൃത്തി ചെയ്തിട്ട് ഈ യഥാർത്ഥമായ വാക്കുകളുടെ അർത്ഥം തന്നെ മാറ്റിക്കളഞ്ഞു. You know, Jesus in his life on earth, he was always fighting against the traditions of the Jews. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യഹൂദന്മാരുടെ പാരമ്പര്യത്തിനെതിരെയാണ് എപ്പോഴും കർത്താവ് അവരോട് വാദിച്ചുകൊണ്ടിരുന്നത്. Many things like this we have got a wrong idea. പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തെറ്റായ ബോധ്യമാണുള്ളത്. Because of the way it is being used in Christianity. ക്രിസ്തീയ ഗോളത്തിൽ അത് ഉപയോഗിക്കപ്പെടുന്ന വഴി കാരണമായിട്ടാണ് പലപ്പോഴും നമുക്ക് തെറ്റായ ബോധ്യം. Here is another word which many of you will be surprised is never found in the New Testament. Never found in the Bible. പുതിയ നിയമത്തിൽ നിന്ന് മാത്രമല്ല വേദപുസ്തകത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം ആണ് ഞാൻ പറയാൻ പോകുന്നത്. Nowhere does it say in the Bible that a man is a pastor of a church. വേദപുസ്തകത്തിൽ ഒരിടത്തും ഒരു മനുഷ്യൻ ഒരു സഭയുടെ പാസ്റ്ററാണ് എന്ന് പറയുന്നില്ല. That word pastor is never referring to the leader of a church. ഒരു സഭയുടെ നേതാവിനെ ഉദ്ദേശിച്ചല്ല പാസ്റ്റർ എന്ന വാക്ക് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. Not in a single place. ഒരു സ്ഥലത്ത് പോലും അങ്ങനെ എഴുതിയിട്ടില്ല. How is it thousands of people use that? Millions of people use that word now. ഇന്ന് 10 ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പാസ്റ്റർ എന്നുള്ളത്. It has become a tradition in Christianity. ഇത് ക്രിസ്തീയ ഗോളത്തിലെ ഒരു പാരമ്പര്യമായി മാറ്റപ്പെട്ടിരിക്കുന്നു. If you read in Acts of the Apostles, nobody was appointed as a pastor in any church. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ
നോക്കിയാൽ ഒരു സഭയിലും ഒരിടത്തും ആരെയും പാസ്റ്ററായിട്ട് നിയമിച്ചതായിട്ട് നാം വായിക്കുന്നില്ല. Paul went around appointing elders, always more than one. പൗലോസ് പലയിടങ്ങളിലും പോയി സഭയിൽ മൂപ്പന്മാരെ ആക്കി വെച്ചു എന്ന് മാത്രമേ നാം അവിടെ വായിക്കുന്നുള്ളൂ. But even in many believers' churches, they still use the word pastor. എന്നാൽ അനേക വിശ്വാസികളുടെ സഭകളിലും ഇന്നും മൂപ്പന്മാരല്ല പാസ്റ്റർമാരെന്നുള്ള തലക്കെട്ടിലാണ് അറിയപ്പെടുന്നത്. They like to have that title. ഈ ഇങ്ങനെ ഒരു തലക്കെട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. I'm just giving you a few examples like ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. So when we talk about Old Covenant, പഴയ നിയമത്തെക്കുറിച്ച് നാം പറയുമ്പോൾ people immediately think 39 books of the Bible. പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് പഴയ നിയമം എന്ന് പറയുന്ന 39 പുസ്തകങ്ങളെ കുറിച്ചാണ്. Where do they read that? എവിടെയാണ് നാം അത് വായിക്കുന്നത്? Where in the Old Testament is it written that the first 39 books are Old Testament? പഴയ നിയമത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത് ആദ്യത്തെ 39 പുസ്തകമാണ് പഴയ നിയമമെന്ന്? That only man in the front of the Bible, they have put Old Testament. മനുഷ്യനാണ് ഈ 39 പുസ്തകത്തിന് തലക്കെട്ട് കൊടുത്ത് പഴയ നിയമം എന്ന് ആക്കിയിരിക്കുന്നത്. So people have asked me this question. അനേകർ എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. Brother Zach, you are preaching Old Covenant is abolished. സാക് ബ്രദർ പഴയ നിയമം നീക്കപ്പെട്ടു എന്ന് പ്രസംഗിക്കുന്നല്ലോ. So we don't need these 39 books. അങ്ങനെയാണെങ്കിൽ ഈ 39 പുസ്തകം നമുക്ക് ആവശ്യമില്ലേ? I said that is not Old Covenant. ഞാൻ പറഞ്ഞു അതല്ല പഴയ നിയമം. That is Bible. അത് ബൈബിളാണ്. Old Covenant is what God made with Israel. That is abolished. പഴയ നിയമം എന്ന് പറയുന്നത് ദൈവം ഇസ്രായേലുമായിട്ട് ചെയ്ത പഴയ ഉടമ്പടി അതാണ് നീക്കമായിരിക്കുന്നത്. Why is the Old Testament, if Old Covenant is abolished, why has God made 3/4 of the Bible Old Testament? പഴയ നിയമം മാറ്റപ്പെട്ടെങ്കിൽ എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിന്റെ 3/4 ഭാഗവും ദൈവം പഴയ നിയമമാക്കി വെച്ചിരിക്കുന്നത്? That is to teach us the failures of Israel. ഇസ്രായേലിന് പറ്റിയ പരാജയത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ കഥ എഴുതി വെച്ചിരിക്കുന്നത്. I have learned a lot from those 39 books. ഈ 39 പുസ്തകത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. I am not under the Old Covenant. എന്നാൽ ഞാൻ പഴയ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയല്ല താനും. I am under the New Covenant through the blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ആ പുതിയ ഉടമ്പടിക്ക് കീഴിലുള്ള വ്യക്തിയാണ് ഞാൻ. I have nothing to do with that covenant God made on Sinai through Moses. സീനായി മലയിൽ മോശെ മുഖാന്തരം ദൈവം ഉണ്ടാക്കിയ ആ പഴയ ഉടമ്പടിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. I studied the 39 books in the Bible very carefully. എന്നാൽ ഈ വേദപുസ്തകത്തിലെ ആദ്യത്തെ 39 പുസ്തകം വളരെ സൂക്ഷ്മതയോടുകൂടി ഞാൻ പഠിക്കുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ട്? See, a wise man will learn from the mistakes of other people. പലപ്പോഴും നാം ഇങ്ങനെ പറയാറുണ്ട്, ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ തെറ്റുകളിൽ നിന്ന് ബുദ്ധി പഠിക്കുമെന്ന്. And ordinary man will learn from his own mistakes. സാധാരണ മനുഷ്യൻ അവരുടെ സ്വന്തം തെറ്റുകളിൽ നിന്ന് ബുദ്ധി പഠിക്കും. A foolish man will not learn from his own mistakes. എന്നാൽ മഠയനായ മനുഷ്യൻ തന്റെ തെറ്റുകളിൽ നിന്ന് പോലും ബുദ്ധി പഠിക്കുകയില്ല. But a wise man will learn watching the mistakes of other people. എന്നാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ബുദ്ധികെട്ട മനുഷ്യൻ വരുന്ന വീഴ്ചകളിൽ നിന്ന് ബുദ്ധി പഠിക്കും. So that he doesn't make the same mistake himself. കാരണം അത് അങ്ങനെയുള്ള തെറ്റുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ. That is why I read Old Testament. അതുകൊണ്ടാണ് നാം പഴയ നിയമം പഠിക്കേണ്ടത്. What are the mistakes Israel made? ഇസ്രായേലിന് പറ്റിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണ്? One was to bring so many traditions into their religion which was not given by God. ദൈവത്താൽ നൽകപ്പെട്ടതല്ലാത്ത അനേക പാരമ്പര്യങ്ങൾ അവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു. And that led them astray into so many ways. പല വഴികളിലും തെറ്റിപ്പോകുവാൻ അവർക്കത് കാരണമാക്കി തീർത്തു. It is because of those traditions that they rejected Jesus Christ. ഈ പാരമ്പര്യം കാരണമായിട്ടാണ് അവർ യേശുക്രിസ്തുവിനെ പോലും തിരസ്കരിച്ചത്. Have you ever thought, why did the Pharisees want to kill Jesus Christ? എന്തുകൊണ്ടാണ് പരീശന്മാർ യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? They studied the Bible more than anybody else on earth at that time. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാവരെക്കാട്ടിലും അധികമായിട്ട് വേദപുസ്തകം നന്നായി പഠിച്ചിരുന്ന വ്യക്തികളാണ് ഈ പരീശന്മാർ. All the 39 books spoke about Jesus Christ. അന്ന് അവർക്കുണ്ടായിരുന്ന 39 പഴയ നിയമത്തിലെ പുസ്തകങ്ങളും യേശുക്രിസ്തുവിനെ കുറിച്ച് അതിൽ പറഞ്ഞിരുന്നു എന്നുള്ളത് അവർക്ക് അറിയായിരുന്നു. The Bible of the Israelites was the first 39 books. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ആ ബൈബിൾ എന്ന് പറയുന്നത് ആദ്യത്തെ 39 പുസ്തകമാണ്. And every book spoke about Jesus. അതിലെ എല്ലാ പുസ്തകത്തിലും യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. Starting with the seed of the woman in Genesis. ഉൽപ്പത്തി പുസ്തകത്തിലെ സ്ത്രീയുടെ സന്തതി എന്ന് തുടങ്ങുന്ന ആ വാക്യം മുതൽ right up to Malachi. മലാഖി പ്രവചനം വരെ. But when Jesus came into their midst, they called him the prince of devils. എന്നാൽ യേശു അവരുടെ മധ്യത്തിലേക്ക് വന്നപ്പോൾ അവന്
ഭൂതങ്ങളുടെ തലവനാണെന്ന് പറഞ്ഞ യേശുവിനെയാണ്. See, man who did not read the Bible like a Roman soldier, he said this is the Son of God at the cross. എന്നാൽ ആ റോമക്കാരൻ പടയാളി ആ ബൈബിൾ ഒന്നും വായിച്ചിട്ടില്ലെങ്കിലും ആ യേശുവിനെ ക്രൂശീകരിച്ച സമയത്ത് അവൻ പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് റോമൻ പടയാളി പറഞ്ഞു. The man who did not read the Bible called him the Son of God. ആ വേദപുസ്തകം വായിക്കാത്ത ആ റോമൻ പടയാളിക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു യേശുവിനെ ദൈവപുത്രനെന്ന്. People who read the Bible called him the Prince of Devils. എന്നാൽ വേദപുസ്തകം പഠിച്ച പരീശന്മാർ യേശുവിനെ ഭൂതങ്ങളുടെ തലവനെന്നാണ് വിളിച്ചത്. How is that? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? Is it because these Pharisees were stupid? ഈ പരീശന്മാര് മഠയന്മാരായിട്ടാണോ? Everybody knows that the Jewish people are some of the cleverest people in the world. ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യഹൂദന്മാരാണ് ലോകത്തിൽ ഏറ്റവും സമർത്ഥരായ വ്യക്തികൾ. They were very clever people. അവർ വളരെ സമർത്ഥരാണ്. But with their cleverness they read the Bible and found Jesus is the devil. അവരുടെ സാമർത്ഥ്യവും ബുദ്ധിയും കൊണ്ട് അവർ പഠിച്ച വേദപുസ്തകവും പഠിച്ചിട്ടും അവര് ദൈവപുത്രനായ യേശുവിനെ ഭൂതങ്ങളുടെ തലവനെന്നാണ് വിളിച്ചത്. What can I learn from that? അതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കുവാൻ കഴിയുന്നത്? That if I approach the Bible with my cleverness, I will go equally astray. എൻ്റെ സ്വയമായിട്ടുള്ള ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് ഞാൻ ഈ ബൈബിള് പഠിക്കാൻ ശ്രമിച്ചാൽ ഞാനും ഇതുപോലെ തെറ്റിപ്പോകാനുള്ള സാധ്യത എനിക്കുണ്ട്. Today we will not call Jesus the Prince of Devils because we know who he is. ഇന്ന് നമ്മൾ ആരും യേശുവിനെ ഭൂതങ്ങളുടെ തലവനെന്ന് വിളിക്കുകയില്ല, കാര്യം നമുക്കറിയാം യേശു ആരാണ്. But we can have a wrong understanding of the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് തെറ്റായ ഒരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. There's so much of so-called operation of the Holy Spirit in so many groups today. ഇന്ന് അനേക സഭാവിഭാഗങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെന്ന് അവകാശപ്പെടുന്ന അനേക പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. I'm convinced some of it is from God, most of it is from the devil. എനിക്കറിയാം അതിൽ ചിലതൊക്കെ ശരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തന്നെയാണ്. അതിൽ ഭൂരിഭാഗവും പിശാചിന്റെ പ്രവർത്തനങ്ങളാണ് നാം കാണുന്നത്. How will you know which is which? ഏതാണ് ശരിയായത് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? If you go by your cleverness, you will go completely wrong like the Pharisees. നമ്മുടെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് അത് അറിയുവാൻ നാം ശ്രമിച്ചാൽ നാം തികച്ചും പരാജയപ്പെട്ടു പോകും. How did Peter, who did not even know 1% of the Bible as the Pharisees, recognize Jesus as the Son of God? എങ്ങനെയാണ് ബൈബിളിന്റെ പരീശന്മാരെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ബൈബിളിന്റെ 1% പോലും അറിവില്ലാത്ത പത്രോസ് എങ്ങനെയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹ എന്ന് പറഞ്ഞത്? See Matthew 16 verse 17. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. See what it says there. അവിടെ എന്താണ് പറയുന്നത്? Simon, you are blessed because flesh and blood did not reveal this to you, but my Father in heaven. ശിമോനെ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്നാണ് അവിടെ നാം വായിക്കുന്നത്. You did not know I am the Son of God by your human cleverness. അതിന്റെ അർത്ഥം നിന്റെ മാനുഷികമായ ബുദ്ധി കൊണ്ടല്ല നീ ഈ കാര്യം പറഞ്ഞത്. But my Father in heaven revealed this to you. എന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. He gave you a revelation. അവൻ നിനക്ക് ഒരു വെളിപാട് ഈ വിഷയത്തിൽ തന്നു. We need to differentiate between revelation and understanding. നമ്മുടെ അറിവും വെളിപാടും തമ്മിലുള്ള ആ വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. For a child to learn 2 + 2 is 4, he doesn't need revelation. 2 + 2 എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് പഠിക്കുവാൻ ഒരു കുഞ്ഞിന് പ്രത്യേകിച്ച് വെളിപാടിന്റെ ഒന്നും ആവശ്യമില്ല. He needs understanding. ബുദ്ധി മാത്രം മതി. If you're clever in the mind, you can study so much in mathematics. മനസ്സിൽ നീ സമർത്ഥനാണെങ്കിൽ കണക്ക് പഠിക്കുവാൻ വളരെ എളുപ്പമാണ്. You can get a PhD in mathematics. മാത്തമാറ്റിക്സിൽ PhD വരെ എടുക്കുവാൻ പറ്റും. But if you're not clever, you can't go so far. എന്നാൽ നിങ്ങൾ സമർത്ഥരല്ലെങ്കിൽ അത്ര ഉന്നതങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. And people think that we can study the Bible also like that. അനേകർ വിചാരിക്കുന്നത് ഈ വിധത്തിലുള്ള സാമർത്ഥ്യം കൊണ്ട് നമുക്ക് വേദപുസ്തകം പഠിക്കാൻ കഴിയുമെന്നാണ്. In the Old Testament, this word revelation is not there. പഴയ നിയമത്തിൽ വെളിപാടില്ല. In the Old Testament, you did not need revelation. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് വെളിപാടില്ല. In the Old Testament, you did not need revelation. പഴയ നിയമത്തിൽ നമുക്ക് വെളിപാടിന്റെ ആവശ്യമില്ല. You just need a good mind. നല്ല ഒരു മനസ്സ് മതി മനസ്സിലാക്കുവാൻ. Read and it'll tell you what to do. അത് നിങ്ങളോട് ചെയ്യണമെന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി മതി. Leviticus 11, you cannot eat this food, you can eat this food. ലേവ്യ പുസ്തകം 11 പറയുന്നത് ഇന്ന ആഹാരം നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, ഇന്ന ആഹാരം നിങ്ങൾക്ക് കഴിക്കാം എന്നുള്ള You must be circumcised on 8th day. നീ 8-ാം ദിവസം പരിച്ഛേദന ഏൽക്കണം. 7th day is the Sabbath. 7-ാമത്തെ ദിവസം ശബത്ത് ആചരിക്കണം. You don't need revelation. അതിനൊന്നും പ്രത്യേകിച്ച് വെളിപാടിന്റെ ആവശ്യമില്ല.
even if you're an unconverted, godless man, you can understand that. മനസ്സാന്തരപ്പെടാത്ത ദൈവമില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും ആ പറഞ്ഞത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. Only you need good mind. 7th day is a Sabbath. 7ാമത്തെ ദിവസം ശബദാണെന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ഒരു ബുദ്ധി മതി. 8th day you must be circumcised. 8ാമത്തെ ദിവസം പരിച്ഛേദന ഏൽക്കണമെന്നുള്ളത് അത് മനസ്സിലാക്കാൻ കഴിയും. In the new covenant, എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ there's a word called revelation. പുതിയ നിയമത്തിലാണ് ഈ വെളിപാട് എന്നുള്ള ഒരു വാക്ക് വരുന്നത്. That comes through the Holy Spirit. അത് പരിശുദ്ധാത്മാവിലൂടെയാണ് വരുന്നത്. Why is it there was no revelation in the Old Testament? പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് വെളിപാടില്ലാതിരുന്നത്? Because man's spirit was blocked. മനുഷ്യന്റെ ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരുന്നു. You know, in the tabernacle there was an outer court, holy place, most holy place. നമുക്കറിയാം പഴയ നിയമത്തിലെ ദേവാലയത്തിന് 3 ഭാഗമുണ്ടായിരുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. That is like man's body, soul and spirit. അത് മനുഷ്യന്റെ ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള 3 ഘടകങ്ങളെ കാണിക്കുന്നതാണ്. Outer court everybody could see. പ്രാകാരം എന്ന് പറയുന്നത് പുറത്തുള്ള എല്ലാവർക്കും വരുവാൻ പറ്റിയ ഒരു സ്ഥലം. Body everybody can see. നമ്മുടെ ബാഹ്യ ശരീരം എല്ലാവർക്കും കാണാൻ കഴിയും. There were 2 covered parts in the tabernacle. ഈ സമാഗമന കൂടാരത്തിൽ മൂടപ്പെട്ട 2 ഭാഗമുണ്ടായിരുന്നു. Holy place, most holy place. അതിൽ ഒന്ന് വിശുദ്ധ സ്ഥലവും അതിന്റെ അടുത്തത് അതിപരിശുദ്ധ സ്ഥലവും. Ours there are 2 covered parts, soul and spirit. നമ്മുടെ ശരീരത്തിലും നമ്മൾ മറയ്ക്കപ്പെട്ടിരിക്കുന്ന 2 ഭാഗമുണ്ട്. ഒന്ന് നമ്മുടെ ദേഹിയും മറ്റേത് ആത്മാവും. Nobody can see it. അത് മറ്റാർക്കും കാണുവാൻ കഴിയില്ല. In that tabernacle, ആ കൂടാരത്തിൽ between holy place and most holy place was a thick veil. Nobody could go inside. അവിടെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ച വളരെ കട്ടിയുള്ള ഒരു കർട്ടൻ അവിടെ ഉണ്ടായിരുന്നു, തിരശ്ശീല ഉണ്ടായിരുന്നു. Same way in soul and spirit there's something that's dividing the two. അതുപോലെ തന്നെയാണ് നമ്മുടെ ദേഹിയും ആത്മാവും തമ്മിൽ അതിനെ വേർതിരിക്കുന്ന ഒരു ഭാഗം, നമുക്ക് കാണപ്പെടാത്ത ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ blocking the spirit. അത് നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന, അതിനെ ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലമാണ്. Showing us the Holy Spirit cannot go into our spirit. അതാണ് നമ്മളോട് മനസ്സിലാക്കി തരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് പോകുവാൻ തടസ്സമായി നിൽക്കുന്ന entire Old Testament, പഴയ നിയമത്തിൽ മുഴുവൻ the Holy Spirit could not go inside anybody. ആരുടെയും ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന് ഉള്ളിലേക്ക് പോകുവാൻ കഴിയുമായിരുന്നില്ല. But he used many people. The Holy Spirit was upon many people and blessed many people. എന്നാൽ പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് അനേകരുടെ മേൽ പരിശുദ്ധാത്മാവ് പുറമേ വന്ന് പല പ്രവൃത്തികളും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ട് നാം വായിക്കുന്നു. See, it's like this. If you pour water on this saucer, നമ്മൾ ഈ പാത്രത്തിന്റെ മുകളിലോട്ട് വെള്ളം ഒഴിച്ചാൽ you can keep on flowing water. Rivers can flow around, ഇതിന്റെ പുറത്ത് എത്ര വെള്ളം വേണേ നമുക്ക് ഒഴിക്കാം. satisfying the thirst of many people. നദി ഒഴുകുന്നത് പോലെ വെള്ളം ഒഴുക്കി അനേകരുടെ ദാഹം തീർക്കുവാൻ കഴിയും. But not one drop will go inside. ഇതിങ്ങനെ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നിടത്തോളം കാലം ഇതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം പോലും പോവുകയില്ല. This is how man's spirit was. ഇങ്ങനെയായിരുന്നു മനുഷ്യന്റെ ആത്മാവ് അന്നത്തെ. അത് അടയ്ക്കപ്പെട്ടിരുന്നു. But the Spirit came upon them. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ പുറമേ വന്നു. Came upon Elijah, came upon എലീശയുടെ മേൽ വന്നു, ശിംശോന്റെ മേൽ വന്നു, Samuel, ശമൂവേലിന്റെ മേൽ വന്നു, John the Baptist, യോഹന്നാൻ സ്നാപകന്റെ മേൽ വന്നു. In none of them it went inside. അവരുടെ ആരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. From outside they blessed thousands. അവരുടെ പുറമേ പരിശുദ്ധാത്മാവ് വന്നുകൊണ്ട് അത് മുഖാന്തരം അനേകരെ അനുഗ്രഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. When Jesus died, യേശു മരിച്ചപ്പോൾ that veil was torn. ആ തിരശ്ശീലയാണ് ചിന്തപ്പെട്ടത്. The way into the Spirit was open now. അങ്ങനെ ആത്മാവിലേക്കുള്ള ആ വഴി തുറക്കപ്പെട്ടു. The Holy Spirit could come in. പരിശുദ്ധാത്മാവ് അകത്ത് വരുവാൻ കഴിയും. And fill from inside. എന്നിട്ടാണ് ഉള്ളിൽ നിന്ന് ഈ ആത്മാവിനെ നിറയ്ക്കുവാൻ തുടങ്ങിയത്. And flow outside and bless millions of. ഉള്ളിൽ നിന്ന് പുറപ്പെട്ട നദിയായി അനേകരെ അതുപോലെ അനുഗ്രഹിക്കുവാൻ ഇടയായി. The first person who experienced that was Jesus Christ. ഇത് അനുഭവിച്ച ആദ്യത്തെ വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. From within him the rivers flowed. അവന്റെ ഉള്ളിൽ നിന്നാണ് ജീവജലത്തിന്റെ നദി ഒഴുകിയത്. And he said, യേശു പറഞ്ഞു, if you thirst for this life, ഈ വിധത്തിലുള്ള ആത്മാവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നു, ജീവന് വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നെങ്കിൽ, believe in me, എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ, from your innermost being also rivers of living water will flow. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് it's not only for some special preachers or anybody. പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രാസംഗികൾക്കൊന്നും അല്ല ഈ ആത്മാവിന്റെ അഭിഷേകം പറഞ്ഞിരിക്കുന്നത്. Everyone who believes in him. ഈ കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും. See John 7. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 അതിന്റെ 37-ാമത്തെ വാക്യം, 39. 37 മുതൽ 39 വരെയുള്ള വാക്യം. If anyone is thirsty, let him come to me
ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുത്ത് വരട്ടെ, and drink. എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, If he believes in me. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. So what are the two requirements? എന്താണ് അതിൻ്റെ രണ്ട് കാര്യങ്ങൾ? Thirst, ഒന്ന് ദാഹം, faith. അടുത്ത വിശ്വാസം. That's all. അത് മാത്രം മതി. What will happen? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? Verse 38, from his innermost being rivers of living water will flow. അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. This he spoke of the Holy Spirit, verse 39. അതിന്റെ 39-ാം വാക്യം പറയുന്നുണ്ട്, അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. Verse 39, the Spirit was not yet given because Jesus was not yet glorified. യേശു തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് അന്നുവരെ വന്നിട്ടില്ലായിരുന്നു. See, this confuses many people. ഇത് അനേകരെ സംശയാലുക്കളാക്കുന്നുണ്ട്. Then how did the Spirit come upon Gideon and David and Samuel and Elijah and all these people? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നേരത്തെ ഗിദെയോന്റെ മേലും ഏലിയാവിന്റെ മേലും ഒക്കെ എലീശായുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് വന്നത്? It came like this on top. അത് അവരുടെ പുറമെയാണ് വന്നത്. And they blessed thousands. The water flowed from there to bless thousands. അത് അനേകായിരങ്ങളെ അവർക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അനുഗ്രഹിക്കുവാനും സഹായിക്കുവാനും കഴിയും. When it says Spirit was not given like this, ഈ വിധത്തിൽ ഉള്ളിലേക്ക് ആത്മാവ് അതുവരെ വന്നിട്ടില്ലായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. in which way? ഏത് വിധത്തിൽ? Verse 38, from the innermost being for the Spirit to flow out. അവൻ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. That could not happen in the Old Testament. പഴയ നിയമത്തിൽ അതിന് സംഭവിക്കാൻ കഴിയില്ല. When the veil was rent, എന്നാൽ ഈ തിരശ്ശീല ചിന്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ then the Holy Spirit come from അപ്പോഴാണ് പരിശുദ്ധാത്മാവ് bubble up and flow. അത് ആത്മാവ് ഉള്ളിൽ നിറഞ്ഞ ഉള്ളിൽ നിന്ന് കവിഞ്ഞൊഴുകുവാൻ തുടങ്ങി. So what is the difference between this type of Holy Spirit using people and with the veil removed, the Holy Spirit using people? ഈ വിധത്തിൽ പുറമേ പരിശുദ്ധാത്മാവ് പ്രവർത്തനവും എന്നാൽ ഉള്ളിൽ ഈ തിരശ്ശീല ചീന്തി ഉള്ളിലോട്ട് പരിശുദ്ധാത്മാവ് ചെന്ന ആ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? I'll tell you. ഞാൻ നിങ്ങളോട് പറയാം. See Samson. ശിംശോനെ നോക്കുക. Mightily the Holy Spirit used him. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ശിംശോനെ ഉപയോഗിച്ചതാണ്. It was all from the outside flowing. അതെല്ലാം ഈ പുറമേയുള്ള അഭിഷേകമായിരുന്നു. But if you looked inside his heart, എന്നാൽ അവന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ it's full of adultery. അതിനകത്ത് വ്യഭിചാരം നിറഞ്ഞിരിക്കുകയായിരുന്നു. People ask, how can God use a man who is so lustful in his heart? തന്റെ ഹൃദയത്തിൽ ഇത്ര ജഡമോഹമുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ പറ്റുന്നത്? Spirit was only upon him. കാരണം പരിശുദ്ധാത്മാവ് പുറമെയായിരുന്നു. Do you know that the Bible says that the Holy Spirit came upon Balaam? നമുക്കറിയാം, വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ബിലെയാമിന്റെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന്. It's quite an interesting verse. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. See, Numbers chapter 24. സംഖ്യാവ് പുസ്തകം അതിന്റെ 24-ാം അധ്യായം. In Numbers 22 onwards, you read about Balaam. ബിലെയാമിനെ കുറിച്ച് സംഖ്യാപുസ്തകം 22-ാം അധ്യായം മുതലാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. He was a lover of money. വളരെ ധനമോഹിയായ ദ്രവ്യാഗ്രഹിയായിരുന്നു. But when Balaam, the king Balak, offered him more money, എന്നാൽ ബാലാക്ക് എന്ന രാജാവ് കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ he went. ബിലെയാം പോയി. And then it says in Numbers 24, സംഖ്യാപുസ്തകം 24-ൽ നാം വായിക്കുന്നത് verse 2, അതിന്റെ 2-ാം വാക്യം. this Balaam lifted up his eyes and the Spirit of God came upon him. ബിലെയാം തല ഉയർത്തി ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. This guy went after money. ഇവന് പണം മോഹിച്ചാണ് പോയത്. God had told him initially, don't go. ആദ്യം ദൈവം അവനെ വിലക്കിയതാണ്. But when Balak, the king, offered more money, he said, okay, I'll go. എന്നാൽ ബാലാക്ക് രാജാവ് ബിലെയാമിന് കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ബിലെയാം പ്രവാചകൻ പിന്നെ പോകുവാൻ ഒരുങ്ങിയതാണ്. But if you read there, നാം അത് വായിച്ചാൽ when he sought the Lord a second time, രണ്ടാമത്തെ പ്രാവശ്യം ദൈവത്തിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ verse 20, അതിന്റെ 20-ാം വാക്യം. okay, he said, 22:20. അതിന്റെ 22-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. Balaam said, okay, God said to Balaam, if they come with you today, go with them. അപ്പോൾ ദൈവം ബിലെയാമിനോട് പറഞ്ഞു, രാത്രിയിൽ അവൻ ബിലെയാമിന്റെ അടുക്കൽ വന്നു, ഇവർ നിന്നെ വിളിക്കുവാൻ വന്നിരിക്കുന്നുവെങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോകുക. But then later on you see one angel came and stood in front of the donkey and did not allow him to go. തുടർന്നുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഒരു ദൈവത്തിന്റെ ദൂതൻ വന്ന് ആ കഴുതയ്ക്ക് തടസ്സമായിട്ട് നിന്നിട്ട് പോകരുത് എന്ന് പറഞ്ഞു. This is a question. ഇതാണ്
Why ചോദ്യം. did God first say go and no, don't go? Then he say, okay, you can go. എന്തുകൊണ്ടാണ് ദൈവം ആദ്യം പോകണ്ട എന്ന് പറഞ്ഞു, പിന്നെയും ചോദിച്ചപ്പോൾ എന്നാ പൊയ്ക്കോളാൻ പറഞ്ഞു? Because earlier on, അതിന് നേരത്തെ in Numbers 22:12, God said, don't go. അതിന്റെ 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ദൈവം അവനോട് പോകരുതെന്നാണ് പറഞ്ഞത്. Because these are my people. You cannot curse them. ഇസ്രായേല് എന്റെ ദൈവമാണ്, എന്റെ ജനമാണ്, അവരെ നിനക്ക് ശപിക്കുവാൻ കഴിയില്ല. But verse 20 says go. എന്നാൽ അതിന്റെ 20-ാം വാക്യത്തിൽ പിന്നെയും ദൈവം പറയുന്നു പോകുക. But then the angel tries to stop him. എന്നിട്ട് തന്റെ ദൂതനെ അയച്ച് അവിടെ വഴിയിൽ തടസ്സം നിന്നു. There is a very important lesson for you and me to learn here. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ പഠിക്കാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. When you sincerely seek the will of God about anything, ഏതൊരു വിഷയത്തെക്കുറിച്ചും സത്യസന്ധമായി നാം ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുമ്പോൾ He will tell you clearly what to do. എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം നമ്മളോട് വ്യക്തമായിട്ട് That was പറയും. clear. Don't go. പോകരുത് എന്നായിരുന്നു ആദ്യം ദൈവത്തിന്റെ ഹിതം. But then when Balak came and offered more money, എന്നാൽ രണ്ടാമത് ബാലാക്ക് രാജാവ് ബിലെയാമിന് കൂടുതൽ പണം ഓഫർ ചെയ്തപ്പോൾ this love of money made him seek the will of God again. ഈ ദ്രവ്യാഗ്രഹം ഇവന്റെ ഹൃദയത്തിൽ കൂടിയിട്ട് പിന്നെ ഒന്നുകൂടെ ദൈവത്തെ നിർബന്ധിച്ച് ചോദിക്കാൻ ഒരു മനസ്സ് വന്നു. We got to learn from that. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? If God has shown you His will concerning something, ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഹിതം എന്താണ് എന്നുള്ളത് ദൈവം നമ്മളോട് വെളിപ്പെടുത്തിയിട്ടും sometimes clearly written in Scripture, ചിലപ്പോൾ ദൈവവചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. but you want to do something which is not exactly like that. എന്നാൽ അതുപോലെ തികച്ചും അതുപോലെ അല്ലാതെ നമ്മൾ പിന്നെയും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പോകാൻ You താല്പര്യപ്പെടുമ്പോൾ want to do something slightly different. അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവഹിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ Even though you've seen clearly what God wants in the Bible, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ലഭിച്ചിട്ടും we go back to God again. പിന്നെയും നാം ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് Lord, tell me, what should I do? ദൈവമേ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? And God sees in your heart that you want something else. അപ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിനെക്കാട്ടിൽ കൂടുതൽ നിങ്ങളുടെ ഇഷ്ടമാണ് താല്പര്യമെന്ന് ദൈവം കാണുമ്പോൾ God says, okay, go. അങ്ങനെയാണ് നിന്റെ ഇഷ്ടം പോലെ പോകട്ടെ എന്നുള്ള രീതിയിൽ ദൈവം That's അനുവദിക്കും. not His will. പക്ഷേ ആ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം അതല്ല. But He will not force you. പക്ഷേ ദൈവം ഒരിക്കലും നമ്മളെ പൂർണ്ണമായിട്ടും അതിന് ഫോഴ്സ് ചെയ്യില്ല. God doesn't make man into a robot. മനുഷ്യനെ ഒരു യന്ത്രമനുഷ്യനായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. Okay, if you want to go, you go. നിങ്ങൾക്ക് അങ്ങനെ പോകാൻ നിർബന്ധമാണേ പോവുക. Balaam, I can see you're interested in money. Go. നിനക്ക് ബിലെയാം നിനക്ക് പണമാണ് കൂടുതൽ കാര്യമെങ്കിൽ നീ പോയിക്കോ നിന്റെ വഴിക്ക്. It's a very dangerous thing. അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. When God permits you to do something which He already told you sometime ago, don't do. ഒരിക്കൽ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം പിന്നെ നാം നിർബന്ധിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ പോകുവാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിനകത്തൊരു വലിയ അപകടമുണ്ട്. Because that will be calamity in your life. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശിക്ഷയായിട്ട് മാറും. See in Psalm 106. 106-ാം സങ്കീർത്തനത്തിൽ God used to give them manna every day. This is referring to Israel in the wilderness. മരുഭൂമിയിൽ കൂടി നടന്ന ഇസ്രായേലിന്റെ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. It says in verse 9, He rebuked the Red Sea, dried it up. അതിന്റെ 9-ാം വാക്യം, അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. Saved them from their enemies, verse 10. അവൻ അവരെ മരുഭൂമിയിൽ എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. അതിന്റെ 10-ാം വാക്യം, അവൻ പകയന്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. And then once they got tired of why this manna every day, no change in the diet. എന്നാൽ അവരെ ഈ ദിവസവും ഈ മന്ന തിന്ന് മടുത്തു. As if God did not know what is good for them. അവർക്ക് നന്മയ്ക്കായിട്ടുള്ളത് എന്താണെന്ന് ദൈവത്തിന് അറിയാൻ വയ്യാത്ത രീതിയിൽ എന്ന പോലെ അവർ ചിന്തിക്കാൻ തുടങ്ങി. We can teach this lesson to our children when they complain about food. ആഹാരത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പരാതി പറയുമ്പോൾ ഈ കാര്യം നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ നല്ല കാര്യമാണ്. They said, no, we want meat. ഞങ്ങൾക്ക് മീറ്റ് വേണം, അല്ല ഇറച്ചി വേണമെന്ന് പറയുമ്പോൾ Where to get meat in the wilderness? മരുഭൂമിയിൽ എവിടെ നിന്നാണ് ഇറച്ചി കിട്ടുന്നത്? What did God do? ദൈവം എന്താണ് ചെയ്തത്? He made millions of quail birds drop down. ദൈവം ദശലക്ഷക്കണക്കിന് ഈ കാടപ്പക്ഷികളെ ഇറക്കി. And they fell down there. അവർ മരുഭൂമിയിൽ വീണു, അവർക്ക് ഇറച്ചി ഉണ്ടാക്കി കൊടുത്തു. And they got meat. അങ്ങനെ അവർക്ക് ദൈവം മരുഭൂമിയിൽ ഇറച്ചി കൊടുത്തു. It was not God's will for them.
പക്ഷേ ദൈവത്തിൻ്റെ പൂർണ്ണഹിതം അതായിരുന്നില്ല. I mean, if it was God's will, He'd have given them one day manna, one day quail, one day quenna, one day quail. He could have done that. ദൈവത്തിൻ്റെ ഹിതം അതായിരുന്നെങ്കിൽ ഒരു ദിവസം മന്നായും ഒരു ദിവസം ഇറച്ചിയൊക്കെ ദൈവം അവർക്ക് കൊടുക്കുമായിരുന്നു. But they craved for it. We want. പക്ഷേ അവരെ മോഹിച്ചു, അത് അവർ ആഗ്രഹിച്ചു, അവർക്ക് അത് വേണമെന്ന് പറഞ്ഞു. That's what's written here. അതാണ് നമ്മൾ അവിടെ ഇസ്രായേലിനെ കുറിച്ച് Verse 13. അതിന്റെ 13. They did not wait for His counsel. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തു നിന്നതുമില്ല. But they craved in the wilderness. എന്നാൽ മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു and tempted God. അവർ ദൈവത്തെ പരീക്ഷിച്ചു, saying, we want quail, we want meat, we want meat. ഞങ്ങൾക്ക് ഇറച്ചി വേണം, ഇറച്ചി വേണം. So what did God do? എന്നിട്ട് ദൈവം എന്താണ് ചെയ്തത്? Verse 15, He gave them their request. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. But എങ്കിലും He sent a wasting disease among them along at the same time. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. The Malayalam is much more accurate than the English here. ഇംഗ്ലീഷിനെക്കാട്ടിലെ കുറച്ചുകൂടെ നല്ല വാക്ക് മലയാളത്തിലാണ്. It says in my margin, their soul became thin. അവരുടെ പ്രാണൻ ക്ഷയിച്ചു പോയി. They got what they wanted for their body. അവരുടെ ശരീരത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈവം കൊടുത്തു, പക്ഷേ അവരുടെ soul dried up. അവരുടെ പ്രാണൻ ക്ഷയിച്ചു പോയി. That's what happened to Balaam. ബിലെയാമിനും പറ്റിയത് അത് തന്നെയാണ്. You want to go? I can see that you are interested in money. Go. നിനക്ക് പണമാണ് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, നിനക്ക് പോണോ, പൊയ്ക്കോ. He gave Balaam his request. ബിലെയാം അപേക്ഷിച്ച് ദൈവം അനുവദിച്ചു കൊടുത്തു. His soul dried up. പക്ഷേ അവന്റെ പ്രാണൻ ക്ഷയിച്ചു. You think that can happen to us? ഇത് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? Definitely. തീർച്ചയായിട്ടും ഉണ്ട്. You know something is God's will. ദൈവത്തിന്റെ ഹിതം എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. And you don't do it. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. I'll tell you what happened to me when I was converted. ഞാൻ മാനസാന്തരപ്പെട്ട നാളുകളിൽ എനിക്ക് പറ്റിയ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. I grew up in the Orthodox church. ഞാനൊരു യാക്കോബായ സഭയിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. When I was a small baby, they sprinkled water on my head. ഞാനൊരു ശിശുവായിരുന്നപ്പോൾ അവർ ക്രമപ്രകാരം എന്നെ മാമോദിസ മുക്കി. I was born again when I was 19. എന്നാൽ ഞാൻ 19-ാമത്തെ വയസ്സിലാണ് വീണ്ടും ജനിക്കുന്നത്. And I didn't take baptism. അന്ന് ഞാൻ സ്നാനപ്പെട്ടിരുന്നില്ല. The people in the Jacobite church said, യാക്കോബ സഭയിലുള്ള ആൾക്കാർ പറഞ്ഞു, see, these brethren people, they are already converted. ഈ ബ്രദറൻ വേർപാട് സമൂഹത്തിലുള്ളവർ അവർ മാനസാന്തരപ്പെട്ടവരാണ്. Jacobite church only people are not converted. യാക്കോബയിലുള്ള ആൾക്കാരാണ് മാനസാന്തരപ്പെടാത്തത്. So if you take baptism, the Jacobite church will throw you out. നീ ബാപ്റ്റിസം എടുത്താൽ യാക്കോബ സഭ നിന്നെ പുറത്താക്കും. You won't be able to witness to them. അവരോട് നിനക്ക് ദൈവത്തെക്കുറിച്ച് സാക്ഷിക്കാൻ കഴിയില്ല. If you don't take baptism, പക്ഷെ നീ സ്നാനപ്പെടാതെ അവരുടെ അടുത്ത് നിന്നാൽ you can stay here. They'll accept you. നീ ഇവിടെ തന്നെ നിൽക്കുകയും അവർ നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യും. You can preach the gospel to so many people here who are not knowing the Lord. കർത്താവിനെ അറിയാത്ത അനേകരും നമ്മുടെ സഭയിലുണ്ടല്ലോ, അവരോട് നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. These are some born again people in the Jacobite church who told me. യാക്കോബ സഭയിൽ തന്നെയുള്ള വീണ്ടും ജനിച്ച ചിലരാണ് എന്നോട് ഇങ്ങനെ ബുദ്ധി ഉപദേശിച്ചത്. I was young. ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. I thought, yeah, that's right. ഇവർ പറയുന്നത് ശരിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. Here is a place where I need to preach the gospel. I'll stay here. ഇവിടെയാണ് മാനസാന്തരം ശരിക്കും പ്രസംഗിക്കേണ്ട ആവശ്യമുള്ളത്. So I studied the Bible. ഞാൻ വേദപുസ്തകം പഠിച്ചു. And I found not a single case of child baptism in the Bible. എന്നാൽ വേദപുസ്തകത്തിൽ ഒരിടത്തെങ്കിലും ശിശുക്കളെ സ്നാനപ്പെടുത്തിയായിട്ട് ഞാൻ കണ്ടില്ല. Everything was believers getting baptized. ഇവിടെ വിശ്വാസികളുടെ സ്നാനത്തെക്കുറിച്ചാണ് എല്ലാം എഴുതിയിരുന്നത്. But I used my reason. എന്നാൽ ഞാൻ എൻ്റെ ലോജിക്ക് ഉപയോഗിച്ച്, and I said, yeah, God will understand. I'm good. My motive is good. I'm trying to witness to these people. എൻ്റെ ഉദ്ദേശം ശരിയായതുകൊണ്ട് ദൈവം എന്നെ സഹായിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. So I didn't take baptism for 1.5 years after I was converted. ഞാൻ വീണ്ടും ജനിച്ചിട്ടും 1.5 വർഷത്തോളം ഞാൻ അതുകൊണ്ട് സ്നാനപ്പെടാതെ കാത്തു. I was going all those 1.5 years to a brethren assembly. 1.5 വർഷത്തോളം ഞാനൊരു ബ്രദറൻ സഭയിലാണ് പോയിക്കൊണ്ടിരുന്നത്. I never went to the Jacobite church. ഞാൻ യാക്കോബ സഭയിൽ പോയിരുന്നില്ല. But I thought I could witness to them if I don't. ഞാൻ വിചാരിച്ചു അവരുടെ അടുത്ത് പോയി എനിക്ക് കർത്താവിനെ കുറിച്ച് സാക്ഷിക്കാൻ പറ്റുമെന്ന്. So one day when I was praying, ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ I felt the Lord saying to me, എനിക്കിങ്ങനെ തോന്നി, ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു. if you're not listening to me, why should I listen to you? ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നീ പറയുന്നത് ഞാൻ എന്തിനാണ് കേൾക്കുന്നത്? ദൈവം എന്നോട് ചോദിക്കുന്നു. I told you to take baptism. ഞാൻ നിന്നോട് സ്നാനപ്പെടുവാൻ പറഞ്ഞു. You studied the Bible and you found it is true. നീ വേദപുസ്തകം പഠിച്ചു, വിശ്വാസ സ്നാനമാണ് ശരിയെന്നുള്ളത് നിനക്ക് മനസ്സിലുമായി. Now you have to choose.
ഇപ്പൊ നീയാണ് You're തിരഞ്ഞെടുക്കേണ്ടത്. going to please men or please God? നിനക്ക് മനുഷ്യനെയാണോ പ്രസാദിപ്പിക്കേണ്ടത്, ദൈവത്തെയാണോ പ്രസാദിപ്പിക്കേണ്ടത്? Then I decided, അപ്പോൾ ഞാൻ തീരുമാനിച്ചു, I don't care which church throws me out, I'm going to obey God. അപ്പൊ ഞാൻ ഒരു തീരുമാനിച്ചു, ഏത് സഭ എന്നെ പുറത്താക്കിയാലും അതല്ല എനിക്ക് പ്രശ്നം, എനിക്ക് ദൈവത്തിന്റെ കൽപ്പന And if അനുസരിക്കും. I had not done that in 1961, 1961 ഞാൻ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ 55 years ago, 55 വർഷം മുമ്പ്, I would have been dragging a chain on my foot for 55 years. കഴിഞ്ഞ 55 വർഷക്കാലവും എൻ്റെ കാലിൽ ഒരു ചങ്ങല കെട്ടി വലിക്കുന്ന ഒരു അനുഭവമായിരുന്നേനെ I എനിക്ക്. would not have been able to run the race. അങ്ങനെയെങ്കിൽ എൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. I learned something that time. അത് അന്ന് ഒരു കാര്യം ഞാൻ പഠിച്ചു. If I see something in the Word of God, ദൈവവചനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ കണ്ടാൽ, I don't care whether Jacobite church or Pentecostal church or any other church teaches it, I will not care. I'll obey God's word. അത് യാക്കോബ ചർച്ചാണോ പെന്തക്കോസ്റ്റ് ചർച്ചാണോ ഏത് സഭയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതല്ല എനിക്ക് വിഷയം. That was my greatest salvation. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ രക്ഷ. After that, I did not care which church preached anything. ഏത് സഭ എന്ത് പ്രസംഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പിന്നെ ചിന്തിച്ചിട്ടേ If I ഇല്ല. don't see it in the Word of God, I will not accept it. ദൈവവചനത്തിൽ കാണാത്തടത്തോളം കാലം ഞാൻ ആരെന്ത് പഠിപ്പിച്ചാലും വിശ്വസിക്കുകയില്ല If എന്ന് ഞാൻ I തീരുമാനിച്ചു. see it in the Word of God, I'll preach it even if I am the only person on earth preaching it. എന്നാൽ ദൈവവചനത്തിൽ ഒരു കാര്യം കണ്ടാൽ ഞാനത് തീർച്ചയായും പ്രസംഗിക്കും. ഒരുപക്ഷെ ഈ ലോകത്തിൽ ആ വിഷയം പ്രസംഗിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ ആണെങ്കിൽ പോലും ഞാനത് See, പ്രസംഗിക്കും. when I began to preach about New Covenant and all about 40 years ago, പുതിയ നിയമത്തെക്കുറിച്ച്, പുതിയ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഞാൻ 40 വർഷം മുമ്പ് and പ്രസംഗിച്ചു about victory തുടങ്ങിയപ്പോൾ, over sin, പാപത്തെ ജയിക്കുന്ന കാര്യത്തിൽ, rejoicing always, എപ്പോഴും സന്തോഷിക്കുന്ന കാര്യത്തിൽ, overcoming anger, കോപത്തെ ജയിക്കുന്ന വിഷയം, giving up all murmuring and complaining, എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവാൻ തക്കവണ്ണം, keeping a pure thought life, എപ്പോഴും നല്ല ഒരു ചിന്താമണ്ഡലം സൂക്ഷിക്കുവാൻ, building the body of Christ, കർത്താവിന്റെ ശരീരം സഭ പണിയുവാൻ, taking up the cross every day. എന്നും ക്രൂശ് എടുത്ത് കർത്താവിനെ പിൻപറ്റുവാൻ. All these things are from the New Testament. ഇതെല്ലാം പുതിയ നിയമത്തിലുള്ള കാര്യമാണ്. But many people were not preaching it. എന്നാൽ അനേകരും ഈ വിഷയങ്ങൾ പ്രസംഗിക്കുന്നില്ല. It's just like, as I told you, some hospitals only eye department and ear department. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ചില ആശുപത്രികളിൽ കണ്ണിന്റെയും ചെവിയുടെയും മാത്രം വിഭാഗങ്ങളേ ഉള്ളൂ. That's all. Somebody has a heart trouble, where does he go? ഹൃദയത്തിന് ഒരു പ്രശ്നമുള്ള വ്യക്തിക്ക് ആശുപത്രിയിൽ അങ്ങനെ പോകാൻ കഴിയും. They say we only deal with eye and ear. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും കണ്ണും ചെവിയും മാത്രമേ ഇവിടെ നോക്കൂ. This is the condition of so many Christians. അനേക ക്രിസ്തീയ സഭകളുടെയും അവസ്ഥ ഇതാണ്. And I remember when I started preaching these things, എന്നാൽ ഈ കാര്യങ്ങൾ പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് it വ്യക്തമായി, was like a strange doctrine to many people. അനേകർക്ക് ഇത് ഒരു തികച്ചും അപരിചിതമായ ഒരു സന്ദേശമായിരുന്നു. When Martin Luther preached salvation is by faith 500 years ago, 500 വർഷം മുമ്പ് വിശ്വാസത്താലാണ് രക്ഷ എന്ന് മാർട്ടിൻ ലൂതർ പ്രസംഗിച്ചപ്പോൾ all the Catholics thought this is false teaching. അന്നത്തെ കത്തോലിക്കരെല്ലാം വിചാരിച്ചു ഇത് ദുരുപദേശമാണ്. He really had to know God to stand against that whole millions of people. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എതിരായിട്ട് ഒരു വ്യക്തിയായിട്ട് നിൽക്കണമെങ്കിൽ ശരിക്കും ദൈവവുമായിട്ട് ഒരു ഉറച്ച ബന്ധമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. See what a blessing it was to us that he stood like that. അന്ന് ആ തലമുറയിൽ മാർട്ടിൻ ലൂതർ നിന്ന് നമുക്ക് ഇന്ന് എത്ര അനുഗ്രഹമായി തീർന്നു. You know, God has always looked for people who will stand up for him. ദൈവം നോക്കുന്നത് ദൈവത്തിനു വേണ്ടി അങ്ങനെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെയാണ്. The Bible says the last days will be like the days of Noah. വേദപുസ്തകം പറയുന്നു അന്ത്യകാലം നോഹയുടെ കാലം പോലെയാകുമെന്ന്. But there was a man in Noah's time, Noah, who stood up for the Lord. നോഹയുടെ കാലത്ത് നമുക്കറിയാം, അന്ന് ആ കാലത്ത് ലോകം മുഴുവൻ വഷളത്തിൽ പോയ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ദൈവത്തിന് വേണ്ടി നിന്നത്. God wants people like Noah today also. ഇന്നും നോഹയെ പോലെ ആൾക്കാരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And so I remember the Lord said to me, അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, ദൈവം എന്നോട് പറഞ്ഞു, preaching these things, ഈ കാര്യങ്ങൾ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ, everybody in India turns against you, ഇന്ത്യയിലുള്ള എല്ലാവരും നിനക്കെതിരായിട്ട് തിരിഞ്ഞാലും, will you still continue to stand for these truths? ഈ സത്യത്തിന് വേണ്ടി നീ പിന്നെയും നിൽക്കുമോ? I said, sure. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും കർത്താവേ. Even if my wife and I are the only ones left, ഒരുപക്ഷെ ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് ഒന്നിച്ചു നിൽക്കുന്നതെങ്കിലും ഈ വിഷയത്തിന് വേണ്ടി we will stand. ഞങ്ങൾ അതിനു വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു. I want to ask you, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, can you stand alone for God? ദൈവത്തിനു വേണ്ടി തനിച്ച് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ?
in Bahrain or India or anywhere. ഒരുപക്ഷെ ബഹ്റിനിലോ ഇന്ത്യയിലോ എവിടെയായാലും വേണ്ടി, Supposing everybody turns against you and says what you're believing is wrong. എല്ലാവരും നിങ്ങൾ പ്രസംഗിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്കെതിരായിട്ട് എല്ലാവരും തിരിഞ്ഞു പറഞ്ഞാൽ, Do you know the Lord so well that you say you can believe that? I know what I believe. നിങ്ങൾ കർത്താവിനെ അറിയുകയും ദൈവവചനം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുമോ? Or do you believe these things because there are at least a few other brothers here who believe this? ഇവിടെ ചുരുക്കം ചില സഹോദരന്മാരുടെ ഇത് വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ വേണ്ടി നിൽക്കുമെന്നാണോ നമ്മൾ പറയുന്നത്? Brother Zach is a God-fearing man. He believes it, so it must be right. ദൈവത്തെ ഭയപ്പെടുന്ന ഒരാളാണ് ബ്രദർ സാക്ക്, അതുകൊണ്ട് സാക്ക് അത് ബിലീവ് ചെയ്യുന്നതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു എന്നാണോ നമ്മൾ പറയുന്നത്? All this is no use. ഇതൊന്നും ഒരു പ്രയോജനമുള്ള കാര്യമല്ല. It will not help you to know God. ഇതൊന്നും നിങ്ങളെ ദൈവത്തെ അറിയുവാൻ സഹായിക്കുകയില്ല. Once I said in my Bangalore church, ബാംഗ്ലൂരിലെ ഞങ്ങളുടെ സഭയിൽ ഒരിക്കൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു. I said, supposing one day I get up and say like this. ഇങ്ങനെ ചിന്തിക്കുക, ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നിങ്ങളോട് പറയുകയാണ്, Brothers, all these things I taught you for so many 20, 35 years, I now realize it's all wrong. ഒരു കഴിഞ്ഞ 30-35 വർഷമായിട്ട് സഹോദരന്മാരെ ഞാൻ എഴുന്നേറ്റ് നിങ്ങളോട് പ്രസംഗിച്ചതെല്ലാം തെറ്റായിപ്പോയി. So I'm giving it all up. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഉപേക്ഷിക്കുകയാണ്. Covenant and victory over sin, now I realize all my ഞാൻ നിങ്ങളോട് ഉപദേശിച്ച ഈ പുതിയ ഉടമ്പടിയുടെ ഉപദേശവും അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ, What will you say? നിങ്ങൾ അന്നേരം എന്തോ പറയും? You must know the Lord so well. നിങ്ങൾക്ക് കർത്താവിനെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ You must say, Brother Zach, we'll pray for you. നിങ്ങൾ പറയും, സാക്കെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. But we are not going to shake just because you fell away. നീ പിന്മാറിപ്പോയി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഏതായാലും അത് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. That is how strongly you must know the Lord. അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ അറിയേണ്ടത്. That is my desire. അതാണ് എൻ്റെ ആഗ്രഹം. Not that you lean upon me. എന്നിൽ ചാരി നിൽക്കാനല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. I didn't have anybody to lean upon in India. ഇന്ത്യയിൽ എന്നെ ചാരാൻ എനിക്ക് ആരുമില്ലായിരുന്നു, ചാരുവാൻ എനിക്ക് ആരുമില്ലായിരുന്നു. I said, Lord, I won't lean upon you. ഞാൻ കർത്താവ് എനിക്ക് ചാരുവാൻ നീ മാത്രമേ ഉള്ളൂ. That's what made me strong. അതാണ് എന്നെ ശക്തനാക്കിയത്. That it didn't matter if whole of India turned against me. ഇന്ത്യ മുഴുവൻ എനിക്കെതിരായിട്ട് തിരിഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. That is how I began to grow. അങ്ങനെയാണ് ഞാൻ വളരുവാൻ തുടങ്ങിയത്. I want to say to you, ഞാൻ നിങ്ങളോട് പറയട്ടെ, you must lean upon the Lord. നിങ്ങൾ ദൈവത്തിൽ You must be convinced of these things. ഈ സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു പൂർണ്ണ ബോധ്യമുണ്ടാകണം. Then you will grow. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരുവാൻ കഴിയുകയുള്ളൂ. The Lord sees your heart. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്നു. If he sees like Balaam, you got some other desire. ബിലിയാമിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് ദൈവം കണ്ടാൽ, not satisfied with the manna God gives you, you're craving for something. അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന മന്ന അതിൽ നിങ്ങൾ തൃപ്തരല്ല, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾ മോഹിക്കുന്നെങ്കിൽ God will give you. ദൈവം ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് തരും. Your soul will become thin. പക്ഷേ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണൻ ക്ഷയിച്ചു പോകാനുള്ള സാധ്യത കൂടി ഉണ്ട്. Don't think that because God gave you something that was his will. ഒരുപക്ഷെ ദൈവം ചില കാര്യം നിങ്ങൾക്ക് തന്നതുകൊണ്ട് അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. When God allowed Balaam to go, it was not his will. ദൈവം ബിലയാമിനെ പോകുവാൻ അനുവദിച്ചെങ്കിലും അത് ദൈവത്തിന്റെ പൂർണ്ണ ഹിതമായിരുന്നില്ല. When God gave quails to the Israelites, that was not his will. അതെ, കാടപ്പക്ഷികളെ ദൈവം കൊടുത്തതും ഇസ്രായേലിന് മരുഭൂമിയിൽ കൊടുത്തതും ദൈവത്തിന്റെ ഹിതമായിരുന്നില്ല. What we learn from that is sometimes God gives you something you desperately ask for, even though it is not his will. അത് നമ്മൾ ഒരു കാര്യമാണ് നമ്മൾ തെളിയിക്കുന്നത്. നാം വളരെ നിർബന്ധപൂർവ്വം ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ദൈവം തന്നേക്കും, എന്നാൽ അത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പൂർണ്ണഹിതമായിരിക്കും. That is why Jesus taught us through his life. അതുകൊണ്ടാണ് കർത്താവായ യേശു തന്റെ പൂർണ്ണ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. I came from heaven never to do my own will. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല. See John 6:38. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. John 6:38. യോഹന്നാൻ സുവിശേഷം 6:38. I came only to do the will of my Father. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. You know, this is the meaning of taking up the cross every day. എല്ലാ ദിവസവും ക്രൂശ് എടുത്ത് കർത്താവിനെ പിൻപറ്റുക എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ്. Many years ago in Bangalore, they had an interdenominational
study meeting one day. എല്ലാ സഭാവിഭാഗങ്ങളും കൂടിയുള്ള ഒരു മീറ്റിംഗ് ചില വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ I was also invited. അതിൽ എന്നെയും അവർ ക്ഷണിച്ചിരുന്നു. Some leaders and all were there. അനേക സഭയുടെ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. And they said, today we want to discuss what does it mean to take up the cross. അന്ന് അവർ ചോദിച്ചു, ഇന്ന് നമ്മൾ leader said. അന്നത്തെ ആ നേതാക്കന്മാർ പറഞ്ഞു, എന്തുവാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള സബ്ജക്റ്റാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. We are going to break up into 10 groups. നമ്മളൊരു 10 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. You are all Bible teachers and all. Let's discuss. നിങ്ങളെല്ലാം വേദപുസ്തകം പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. And we'll discuss for half an hour and then send your conclusions. And we'll read it out. നിങ്ങൾ 10 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അരമണിക്കൂർ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ കൺക്ലൂഷൻ എന്താണെന്നുള്ളത് What does it mean to take up the cross? കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? I was not a leader of a group. I was just listening. ഞാൻ ആ ഗ്രൂപ്പിന്റെ ലീഡർ ഒന്നും ആയിരുന്നില്ല, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And at the end of half an hour, he collected all the 10 reports. ഈ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ 10 ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള ആ റിപ്പോർട്ടുകളെല്ലാം അവർ കളക്ട് ചെയ്തു. The leader said, after reading all this, ഇതെല്ലാം കേട്ടിട്ട് അതിൻ്റെ ലീഡർ പറഞ്ഞു, everybody's conclusion is, എല്ലാവരുടെയും ഉപസംഹാരം ഇതാണ്, we can't really say what it means to take up the cross. ഈ കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. These were Christian leaders in Bangalore. ബാംഗ്ലൂരിലുള്ള ക്രിസ്തീയ നേതാക്കന്മാരുടെ കണ്ടെത്തലാണത്. It's not a story. It actually happened. I was there. ഇത് ഒരു കഥ പറയുകയല്ല, ഇത് ശരിക്കും നടന്ന സംഭവമാണ്. So we see that here it's so simple here. ഇവിടെ വളരെ ലളിതമായ ഭാഷയിൽ അത് എഴുതിയിരിക്കുക. Cross means I don't do my own will. കുരിശെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടമല്ല ചെയ്യുന്നത്. I don't make my own choice. ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പല്ല എടുക്കുന്നത്. I choose what God wants. ദൈവം എന്താണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. I have to make that choice every day. എല്ലാ ദിവസവും ആ കാര്യം ഞാൻ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. See, today somebody gets angry with me. ഇന്ന് ആരെങ്കിലും എന്നോട് കോപിക്കുകയോ എൻ്റെ മേൽ ഷൗട്ട് ചെയ്യുകയോ ചെയ്താൽ I have to decide now. ഇപ്പോൾ എനിക്ക് തീരുമാനമെടുക്കണം. What I want to do, reply the way I feel. ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അവൻ ഇങ്ങോട്ട് ചെയ്ത പോലെ തന്നെയാണോ അങ്ങോട്ട് പ്രതികരിക്കേണ്ടത്? Say no, not my choice, Lord. അപ്പോൾ ഞാൻ പറയും, ഇല്ല കർത്താവേ, എൻ്റെ തീരുമാനമല്ല. What do you want me to say to him? കർത്താവേ, ഞാൻ എന്ത് പറയണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? Maybe the Lord will say, give him a gentle reply. അപ്പോൾ ഒരുപക്ഷെ ദൈവം പറയും, സൗമ്യമായ ഒരു ഉത്തരം അവനെ കൊടുക്കുക. It says a gentle answer turns away anger. അതെ, സൗമ്യമായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു എന്ന് നാം ഒരു വചനം. I used to see this on the roads in Bangalore. ബാംഗ്ലൂരിലെ ഈ ട്രാഫിക് റോഡിൽ പലപ്പോഴും ഞാൻ കാണുന്ന കാര്യം. For 42 years I rode a scooter in Bangalore. ഏകദേശം 42 വർഷത്തോളം ബാംഗ്ലൂർ റോഡിൽ കൂടെ സ്കൂട്ടർ ഓടിച്ച വ്യക്തിയാണ് ഞാൻ. I never had an accident by God's grace. ഒരു ദൈവത്തിന്റെ കൃപയാൽ ഇതുവരെ എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടില്ല. Thanks to all the angels who took care of me. എന്നെ സംരക്ഷിച്ച സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. But sometimes somebody would cross in front of me and our scooters would touch each other. Nothing serious, just little. ചില സമയത്ത് ആരെങ്കിലും പെട്ടെന്ന് വന്ന് നമ്മൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നേ ചാടും, ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്യുന്നിരിക്കും. And there's a rule in Bangalore roads. ബാംഗ്ലൂരിലെ ഒരു നിയമമുണ്ട് ഇങ്ങനെ, whoever shouts loudest, he's right. ആരാണ് ഏറ്റവും ഉച്ചത്തിൽ വഴക്കിടുന്നത് അവനാണ് ശരിയായ, അവനാണ് തെറ്റ് ചെയ്യാത്ത ആള്. Anything like this happens, they'll start shouting. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ മറ്റേ ഈ ആക്സിഡന്റ് നടക്കുന്ന ഭാഗത്ത് ഒരാൾ ഷൗട്ട് ചെയ്യും. Even though it's his fault. അവന്റെ കുറ്റമാണെങ്കിൽ പോലും അവൻ ഷൗട്ട് ചെയ്യും, ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യും. So as soon as this happened, ഇത് സംഭവിച്ചപ്പോൾ, even though it's his fault, അത് മറ്റേ മനുഷ്യന്റെ തെറ്റായിരുന്നു, I would say, I am sorry, sir. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. He'll say, oh, it's quite okay. കുഴപ്പമില്ല, ഓക്കെ. And he can go, I can go. പ്രശ്നമില്ല, പോവാന്ന് പറഞ്ഞു. But I see other people when they collide like that. എന്നാൽ മറ്റുള്ളവർ തമ്മിൽ ഇങ്ങനെ ഈ വണ്ടി തമ്മിൽ One fellow raises his voice, another fellow raises his voice. ഒരാൾ ഉച്ചത്തിൽ വരും, മറ്റൊരാൾ അതിനെക്കാട്ടും ഉച്ചത്തിൽ സംസാരിക്കും. Come back after 5 minutes, they are still discussing who's what. 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ പിന്നെ അപ്പോഴും അവരെ ഇങ്ങനെ വാദപ്രതിവാദം നടക്കുന്ന കാണാം. Every day we have to take up the cross. എല്ലാ ദിവസവും നാം ഈ ക്രൂശ് എടുക്കേണ്ടിയിരിക്കും. I didn't start like this. ഞാൻ എൻ്റെ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. I was as defeated as anybody else in the beginning. ആദ്യകാലങ്ങളിൽ മറ്റെല്ലാവരെ പോലെ ഞാനും തികച്ചും ഒരു പരാജിതനായിരുന്നു. I didn't fight
yell on the road. ഞാൻ റോഡുകളിൽ വലിയ കലഹമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. I would only gently say, who gave you a license? ഞാനിങ്ങനെ സൗമ്യമായിട്ട് ചോദിക്കുവാൻ, ആരാ നിനക്ക് ലൈസൻസ് തന്നതെന്നൊക്കെ ചോദിക്കുവായിരുന്നു, അത്രേ ഉള്ളൂ. Even though I didn't raise my voice. ഞാൻ ശബ്ദം ഉയർത്തിയില്ലെങ്കിലും. The Lord said, that is not Christ-like. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇത് ക്രിസ്തുവിൻ്റെ സ്വഭാവമല്ല. It is insulting him, saying, who gave you a license? ആരാണ് നിനക്ക് ലൈസൻസ് തന്നതെന്നൊക്കെ ചോദിക്കുന്നത്, അത് യേശുവിന് ചേർന്ന സ്വഭാവമല്ല. I said, Lord, I want to be like Jesus on the roads. ഞാൻ കർത്താവ് റോഡിലാണേലും ഞാൻ യേശുവിനെ പോലെ I stopped even asking that. അങ്ങനെയുള്ള കാര്യം ചോദിക്കുന്നത് പോലും ഞാൻ നിർത്തി. See, Jesus took the blame for other people's sins on the cross. നമുക്കറിയാം, കർത്താവ് കാൽവരി ക്രൂശിൽ മറ്റുള്ളവരുടെ കുറ്റമാണ് ഏറ്റെടുത്തത്. Why can't you take a blame for that accident on the road? ആ റോഡിൽ നടന്ന ആക്സിഡന്റ്, അതിന്റെ കുറ്റം എന്തുകൊണ്ട് നമുക്ക് ഏറ്റെടുത്തുകൂടാ? Say, I'm sorry. ഞാൻ എന്നോട് ക്ഷമിക്കണം. That is to follow Jesus. അതാണ് യേശുവിനെ പിൻപറ്റുന്നത്. That humbles our pride. അത് നമ്മുടെ നിഗളത്തെ എളിമപ്പെടുത്തും. Because our pride says, why should I say I'm mistaken? I'm not mistaken. നമ്മളിലുള്ള നിഗള സ്വഭാവം പറയും, എന്തിനാണ് ഞാൻ ക്ഷമ ചോദിക്കേണ്ടത്, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. Those of you who are married, think of all the quarrels you have had with your husband or wife. വിവാഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഭാര്യയും ഭർത്താവും നിങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള ആർഗ്യുമെന്റുകളൊക്കെ. Isn't it all a question of who is right? ആരാണ് തെറ്റ്, ആരാണ് ശരി എന്നുള്ള വിഷയമല്ലയോ ശരിക്കും? Just like on the roads. ഈ റോഡിൽ നടക്കുന്ന അതേപോലെ തന്നെ. Why not say, okay, maybe I'm wrong. ഒരു പക്ഷേ ഞാനായിരിക്കും തെറ്റുകാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. Keep quiet. അത് നമ്മൾ നിശബ്ദനായിരിക്കുക. A gentle answer turns away wrath. അതെ, സൗമ്യമായ ഒരു ഉത്തരം കോപത്തെ ശമിപ്പിക്കും. Do you know that verse? This is not my word, it's from the Bible. ഇത് എൻ്റെ വാക്കല്ല, അത് സദൃശവാക്യങ്ങൾ വേദപുസ്തകത്തിലെ വാക്യമാണ്. Proverbs 15 verse 1. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. A gentle answer turns away wrath. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. Keep that in mind always. എപ്പോഴും ഇത് മനസ്സിൽ വെക്കുക. But in order to do that, you have to die. അത് ചെയ്യണമെങ്കിൽ നാം സ്വയത്തിന് മരിക്കേണ്ടിയിരിക്കും. Because there's something in you that says, I'm not going to let him feel that he didn't do anything wrong. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ജഡത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതായത് അവനൊന്ന് മനസ്സിലാക്കണം, എൻ്റെ ഭാഗത്തല്ല തെറ്റ്, അവനാ തെറ്റ് ചെയ്തതെന്നുള്ള രീതിയിൽ പ്രതികരിക്കുവാൻ. Take up the cross. അവിടെ കുരിശെടുക്കുക, die, മരിക്കുക. That is how the Holy Spirit teaches us to follow Jesus. അങ്ങനെയാണ് യേശുവിനെ എങ്ങനെയാണ് പിൻപറ്റുന്നത്. The reason I mention this is, ഞാൻ ഇത് പറയുവാനുള്ള കാരണം, yesterday I said how the Lord wants to build a body. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവ് ഒരു ശരീരം പണിയുവാൻ ആഗ്രഹിക്കുന്നു. In a body, each must be willing to give up their own will. അതെ, ശരീരത്തിലെ ഓരോ അവയവവും അതിൻ്റെ സ്വന്തം ഇഷ്ടം ത്യജിക്കുവാൻ ആഗ്രഹിക്കണം. That is how this body functions so well. അതുകൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. See, I'll give you one example. ഒരു ഉദാഹരണം ഞാൻ പറയാം. See this elbow. നമ്മുടെ ഈ കൈയുടെ മുട്ട്. See how my hand moves. അത് എങ്ങനെയാണ് ചലിക്കുന്നത് നമുക്കറിയാം. It looks so simple. ഇത് വളരെ ലളിതമാണ് നമുക്ക് തോന്നും. There's no noise or any creaking or anything. ഇവിടെ ശബ്ദമൊന്നുമില്ല. Those who have arthritis, it begins to creak. ഒരു പക്ഷേ ഈ ആർത്രൈറ്റിസ് എന്ന രോഗമുള്ളവര് ഇങ്ങനെ കൈ മടക്കി ചെയ്താൽ അവിടെ ശബ്ദമൊക്കെ ഉണ്ടാവും. Two believers working together. ഇത് രണ്ട് വിശ്വാസികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഒരു ചിത്രമാണ്. No fight, no noise, no problem. ഒരു കോലാഹലമോ ശബ്ദമോ വഴക്കോ ഒന്നുമില്ല. Husband and wife. ഭാര്യയും ഭർത്താവും. Noise means there's some arthritis in your marriage. അതായത് അവിടെ അതിൻ്റെ മധ്യത്തിൽ വല്ല ശബ്ദം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ ചില വാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് രോഗം ബാധിച്ചിരിക്കുന്നു എന്നാണ്. Normal, there's no noise. ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. But see what happens. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? Invisibly, inside something is happening. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ചില കാര്യങ്ങൾ സംഭവം നടക്കുന്നു. There's a muscle here on top. ഇതിന്റെ മേളിൽ ഒരു മസിലുണ്ട്. Saying, I'm going to pull. ഞാൻ ഇത് വലിക്കാന്ന് പറയുന്നു. And the muscle here says, okay, I will yield. Okay, അപ്പം ഇവിടെയുള്ള മസിൽ പറഞ്ഞു, okay, ഞാനത് അനുവദിച്ചു തരാം, നീ വലിച്ചു, ഞാൻ വിട്ടുതരാമെന്ന് പറയും. Supposing this muscle also says, no, I also want to pull. ഈ മസിൽ പറയുകയാണ്, ഇല്ല ഞാൻ വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ my hand will be like this forever. എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, അത് മടങ്ങാൻ പറ്റത്തില്ല. Now when the other muscle at the other side says, I'm going to pull now.
എന്നാൽ മറ്റേ സൈഡിലുള്ള മസിൽ പറയാണ് ഞാനിപ്പോൾ വലിക്കാൻ പോവാണ്, നീ വിട്ടു തരണം. This muscle says, sure, take, go ahead. അപ്പം ഈ മസിൽ പറയും ഓക്കെ വലിച്ചോ, ഇതാ ഞാൻ വിട്ടു തരാമെന്ന് പറയും. Automatic. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. See how God has made this body so beautiful. എങ്ങനെയാണ് ദൈവം, എത്ര മനോഹരമായിട്ടാണ് ദൈവം ഈ ശരീരത്തെ അതിന്റെ ഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. This is why the church is called the body of Christ. ഇങ്ങനെയാണ് കർത്താവിന്റെ ഒരു ശരീരമാണ് സഭ എന്ന് പറയുന്നത്. No noise, no arthritis. ശബ്ദങ്ങളില്ല, കോലാഹലമില്ല, രോഗങ്ങളില്ല. One yields and one pulls. ഒരാള് വലിക്കുന്നു, ഒരാൾ വിട്ടുകൊടുക്കുന്നു. Other time the other pulls, this yields. മറ്റേ ആൾ വലിക്കുന്നു, മറ്റൊരു വിട്ടുകൊടുക്കുന്നു. Not only here. See, even the fingers. ഈ കൈയുടെ മുട്ടിന് മാത്രമല്ല, നമ്മുടെ വിരലുകൾക്കും എല്ലായിടത്തും. When one yields, the other pulls. ഒന്ന് പിന്നെ വലിക്കുമ്പോൾ മറ്റേ വിട്ടുകൊടുക്കും. So this is how we must remember. This is the meaning of the cross. ഇതാണ് കുരിശെടുക്കുക എന്നുള്ളതെന്ന് അർത്ഥമാക്കുന്നത്. One is pulling, the other says, sure, I die, I yield to you. ഒരാള് വലിക്കുമ്പോൾ മറ്റേ ആള് അതിന് അനുവദിച്ചു കൊടുക്കുക. It's happening all over our body. നമ്മുടെ ശരീരത്തെ എല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്. When we bend our knees, നമ്മുടെ കാലിന്റെ മുട്ട് മടക്കുമ്പോൾ, or bend our body, നമ്മുടെ ശരീരം മടക്കുമ്പോൾ, something is pulling and something is yielding. ചിലത് വലിക്കുന്നുണ്ട്, ചിലത് വിട്ടുകൊടുക്കുന്നുണ്ട്. What a wonderful marriage yours will be if it's like that. എത്ര മനോഹരമായ ഒരു കുടുംബജീവിതമായിരിക്കും അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അനുവദിച്ചു കൊടുക്കുന്ന ആ ഒരു കുടുംബജീവിതം. What is it that prevents you from yielding? എന്താണ് ആ വിട്ടുകൊടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? It's your pride. The pride we got from Adam. ആദാമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ നിഗളമാണ്. The cross puts that to death. കുരിശാണ് അതിനെ മരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. See Philippians chapter 2. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. Philippians 2. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. It says here in verse 8. അതിന്റെ 8-ാം വാക്യം. He humbled himself to the death of the cross. തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. He humbled himself. അവൻ തന്നെത്താൻ താഴ്ത്തി, became obedient to the death of the cross. അതെ, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. So it's that humility that led him to the cross. അതെ, കർത്താവിന്റെ താഴ്മയാണ് കർത്താവിനെ ക്രൂശിലേക്ക് നടത്തിയത്. And it is your lack of humility that prevents you from dying on the cross. അതെ, ക്രൂശിൽ മരിക്കുന്നതിന് നിങ്ങളെ തടസ്സപ്പെടുന്നത് നിങ്ങളിലുള്ള താഴ്മയുടെ കുറവാണ്. Jesus said, I can call 72,000 angels right now if I want to protect myself. യേശു പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട്, വേണമെങ്കിൽ എൻ്റെ പിതാവിനോട് ചോദിച്ച് 72,000 ദൂതന്മാരെ അയച്ച് എന്നെ സംരക്ഷിക്കുവാൻ കഴിയും. I will not do it. പക്ഷേ ഞാനത് ചെയ്യില്ല. I'll go to the cross. ഞാൻ ക്രൂശിലേക്ക് പോകും. And he said, follow me. ആ കർത്താവാണ് നമ്മളോട് പറയുന്നത്, എന്നെ അനുഗമിക്കുക. So to follow him means when we come into some situation where somebody is trying to harm us, കർത്താവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, if we want, we can also speak 72,000 words in defense of ourselves. നമുക്ക് വേണമെങ്കിൽ നമ്മളെ തന്നെ പ്രതിരോധിക്കാൻ 72,000 വാക്കുകൾ പറഞ്ഞ് നമുക്ക് ശ്രമിക്കാം. We can't call 72,000 angels, but we got കർത്താവ് പറഞ്ഞ പോലെ 72,000 ദൂതന്മാരെ വിളിക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. We got 72,000 words, right? ഒരുപക്ഷെ 72,000 വാക്കുകൾ പറഞ്ഞ് ആക്രോശം ചെയ്യുവാൻ നമുക്ക് പറ്റുമായിരിക്കാം. And we don't die. എന്നാൽ നാം അവിടെ മരിക്കുന്നില്ല. And so we don't experience this wonderful life. ഈ മനോഹരമായ ജീവിതം നമുക്ക് അനുഭവമാകാത്തത് അതുകൊണ്ടാണ്. There is no resurrection without death. മരണം കൂടാതെ ഒരു പുനരുത്ഥാനമില്ല. There are some believers who experience resurrection life in their spirit. ചില വിശ്വാസികൾ തങ്ങളുടെ ആത്മാവിൽ ഈ പുനരുദ്ധാന ജീവന്റെ ശക്തി അനുഭവിക്കുന്നു. It is the life of God. അത് ദൈവത്തിന്റെ ജീവനാണ്. That overcomes the life of Adam. ആദാമിന്റെ ആ ജീവനെ അതിജീവിക്കുന്ന, ജയിക്കുന്ന ഒരു ജീവൻ. God gives it to those who are willing to die. മരിക്കുവാൻ, സ്വയത്തിന് മരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ദൈവം നൽകുന്ന ഒരു അനുഗ്രഹം. The others will live with an Adamic life all their days. മറ്റുള്ളവർ മുഴുവനും ആദാമ്യ ജഡ ജീവിതത്തിൽ അവരുടെ ജീവിതം മുഴുവൻ കഴിയും. I was born with an Adamic life. അതെ, ഒരു ആദാമ്യ സ്വഭാവത്തിലുള്ള ഒരു ജഡവുമായിട്ടാണ് ഞാൻ ജനിച്ചത്. I don't want to die with that Adamic life. ആ ആദാമ്യ ജീവനുമായിട്ട് മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Before I die, I want to exchange that for the life of Jesus. അതെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ്
അത് യേശുവിന്റെ ജീവനുമായിട്ട് അത് വെച്ചു മാറുവാൻ ഞാൻ Every time I get an opportunity, I want to give the life of Adam to death. എനിക്ക് എപ്പോഴൊരു അവസരം കിട്ടിയാലും ആദാമിന്റെ ജീവനെ മരിപ്പിച്ചിട്ട് ദൈവത്തിന്റെ ജീവൻ ഏറ്റെടുക്കുവാൻ ഞാൻ Control my tongue. എന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ, Control my thoughts. എന്റെ ചിന്തയെ നിയന്ത്രിക്കുവാൻ, Control my reactions. എന്റെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുവാൻ. Say, Lord, I will die. കർത്താവേ, ഞാൻ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. And God gives me the resurrection life of Jesus. അങ്ങനെയെങ്കിൽ മാത്രമേ യേശുവിന്റെ ആ പുനരുദ്ധാന ജീവന്റെ ശക്തി അത് ചില സമയങ്ങൾ like the Israelites drove out the Canaanites and occupied their land. അതെ, കനാന്യരെ പുറത്താക്കി ആ കനാൻ ദേശം ഇസ്രായേൽ അവകാശമാക്കിയതുപോലെ we can drive out this Adamic life and the life of Jesus takes. ഈ ആദാമ്യ സ്വഭാവമുള്ള ജീവിതത്തെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൽ നിന്ന് നീക്കുവാൻ നമുക്ക് കഴിയും. This is how the life of the Holy Spirit the life of Jesus can flow from within us. ഈ ഒരു കാര്യമാണ് യേശുവിന്റെ ജീവൻ നമ്മളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. So the Spirit leads us to the cross. ഈ ആത്മാവാണ് നമ്മളെ ക്രൂശിലേക്ക് നടത്തുന്നത്. Look at one last verse. ഒരു അവസാനമായ ഒരു വാക്യം കൂടെ വായിക്കുവാൻ Romans 8 റോമാലേഖനം 8-ാം അധ്യായം and verse 13. അതിന്റെ 13-ാമത്തെ വാക്യം, The last part. അതിന്റെ അവസാനത്തെ വാക്യം. If through the Holy Spirit you put to death the deeds of the body, you will live. നിങ്ങൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. The deeds of the body that come through your eyes looking at something which you shouldn't look at. അതായത് നിങ്ങളുടെ കണ്ണ് നിങ്ങളെ ഒരു ദുർമോഹത്തിലേക്ക് നിങ്ങളുടെ കണ്ണ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ അതിനെ മരണത്തിലേൽപ്പിക്കും. Through your tongue wanting you to say something which you shouldn't say. നിങ്ങൾ പറയാത്ത ചില കാര്യങ്ങൾ പറയുവാൻ നിങ്ങളുടെ നാവ് നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ the Holy Spirit will prompt you at that time. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, don't say that. അത് നീ പറയരുത്. Don't do that. അത് ചെയ്യരുത്. Don't look there. അവിടെ നോക്കരുത്. Put the deed of the body to death. അപ്പോൾ ഈ ശരീരത്തിന്റെ അവയവങ്ങളെ മരണത്തിന് നാം ഏൽപ്പിക്കുക. What does it say here? ഇവിടെ എന്താണ് പറയുന്നത്? You will live. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവിക്കും. The life of Jesus will come in. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ജീവൻ നിങ്ങളിലേക്ക് വരും. 2 Corinthians 4 2 കൊരിന്ത്യർ 4-ാം അധ്യായം verse 10. 10-ാം വാക്യം. Always carrying the dying of Jesus in us. യേശുവിന്റെ മരണം എപ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു. So that verse 10 the life of Jesus will be manifested. യേശുവിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം എപ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു. Verse 11 God delivers us to death every day. അതുകൊണ്ട് ദിനംതോറും ഞങ്ങളെ ദൈവം മരണത്തിന് ഏൽപ്പിക്കുന്നു. All the time. എല്ലാ സമയത്തും. Why? എന്തിന്? If I give myself over to death, ഞാൻ എന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ the life of Jesus will come forth. യേശുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടും. That's why you see in some people. അതുകൊണ്ടാണ് ചില ആൾക്കാരിൽ നാം കാണുന്നത്. In very few Christians. വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രം നാം അത് കാണുന്നു. They become so godly. അവരെ വളരെ ദൈവഭയവും ഭക്തിയുമുള്ളവരായി തീരുന്നു. They'll never speak angry words. അവരെ കോപത്തോടുകൂടി ഒരു വാക്ക് പോലും പറയുകയില്ല. Never behave in an un-Christ-like way. ക്രിസ്തു സ്വഭാവമല്ലാത്ത ഒരു നിലയിലും അവർ പ്രതികരിക്കുകയില്ല. They're not perfect. അവരാരും പൂർണ്ണരല്ല. But you can see more and more of the life of Jesus has come. എന്നാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം only through the death of the cross. കുരിശിലെ മരണത്തിലൂടെ മാത്രം. Everybody knows that Jesus died for our sins. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പാപത്തിനു വേണ്ടിയാണ് യേശു മരിച്ചത്. That I have to take up the cross every day, that's not understood by everybody. എന്നാൽ ഞാൻ ദിവസം തോറും ക്രൂശ് എടുക്കണം, അത് എല്ലാവരും അത് മനസ്സിലാക്കി. That is the message that is being destroyed in Christianity. ക്രിസ്ത്യാനിത്വത്തിൽ നശിപ്പിക്കപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, ഒരു ഉപദേശമാണ്. God has raised us up to proclaim that message again. എന്നാൽ ഈ നഷ്ടമായി പോയ ഈ പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. Martin Luther's day it was salvation by faith. വിശ്വാസത്താലുള്ള രക്ഷയായിരുന്നു മാർട്ടിൻ ലൂഥർ പ്രസംഗിച്ചതെങ്കിൽ, but he didn't preach taking up the cross every day. ദിനംതോറും ക്രൂശ് എടുക്കുന്ന കാര്യം മാർട്ടിൻ ലൂഥർ പ്രസംഗിച്ചില്ല. Today it's our calling to preach that. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട സന്ദേശം പ്രസംഗിക്കാൻ. ഇത് വേദപുസ്തകത്തിലുണ്ടോ? All over the New Testament. പുതിയ നിയമത്തിൽ എല്ലായിടത്തും ഇതുണ്ട്. It was not there in the Old Testament. പഴയ നിയമത്തിൽ അതില്ലായിരുന്നു. But this is the central message of the new covenant. പുതിയ ഉടമ്പടിയുടെ ഏറ്റവും കേന്ദ്രീകൃതമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഉപദേശം ഇതാണ്. Understood this, you have understood the main message of the new covenant. ഈ കാര്യം നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ യഥാർത്ഥമായിട്ട് പുതിയ ഉടമ്പടി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. If not, it's all theory. അല്ലെങ്കിൽ ഇതെല്ലാം വെറും സിദ്ധാന്തങ്ങൾ മാത്രമായിരിക്കും. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father, സ്വർഗീയ പിതാവേ, we pray that all these things will become practical and real in our lives. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ടത് മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ തികച്ചും പ്രായോഗികവും യാഥാർത്ഥ്യവുമായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Pray in Jesus' name. യേശുവിൻ്റെ നാമത്തിൻ്റെ പിതാവേ. Amen. ആമേൻ.